ഇ.കെ. നയനാർ അനുസ്മരണം സംഘടിപ്പിച്ചു. CPM ദേശാഭിമാനി കൊല്ലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. CPM ദേശാഭിമാനി കൊല്ലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന ഇ.കെ. നയനാരുടെ 23ാമത് ചരമവാർഷിക ദിനം ആചരിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം M.H. ഷാരിയർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നടത്തിയ സമരത്തിനൊടുവിലാണ് 1980-ൽ നമ്മൾ അധികാരത്തിലേക്ക് വരുന്നത്. അധികാരത്തിൽ വരുമ്പോൾ ആദ്യം മുഖ്യമന്ത്രിയാകും, ഒരു ജനകീയ നേതാവ് മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ ഫലമായിട്ടുള്ള മാറ്റങ്ങൾ കേരള സമൂഹം അന്നാണ് കാണുന്നത്. അതിന് വളരെ പ്രഖ്യാപിതമായ ഇന്ന് മാതൃകയാകാവുന്ന നിരവധി കാര്യങ്ങൾ അന്ന് ആ ഗവൺമെൻറ് നയനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാതൃകാപരമായ ഭരണ നേട്ടങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജനകീയ നേതാവ് അധികാരത്തിൽ വരുമ്പം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാതൃകയായി നയനാരുടെ ഭരണ നേട്ടങ്ങൾ നിലനിൽക്കുകയാണ്. എസ് സെയ്ഫ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകസമാധാനവും സാമ്രാജ്യത്വവും എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി. അഡ്വക്കേറ്റ് KP സജിനാഥ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പത്രവരാൻ താമസിച്ചാണ് ഒരു മനുഷ്യൻ അത്രത്തോളം ദേശാഭിമാനിയെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അത് എനിക്കെപ്പോഴും ഓർമ്മ. എനിക്ക് പറയുമ്പോൾ ഒരു വൈകാരിക തലത്തിൽ ഞാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയിൽ മടക്കി വെച്ച് പോക്കറ്റിലോട് ചേർത്ത് പേനയിൽ കുത്തിവെച്ചിരുന്ന ദേശാഭിമാനി, അതെപ്പോഴും എന്നെ ഓർപ്പിക്കും. ദേശാഭിമാനി എന്നുള്ളത് പത്രത്തോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം. ആ മനുഷ്യനെയാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്ന് വെളുന്ന പറഞ്ഞു പോയ ആ വലിയ നേതാവിനെയാണ് ഇന്ന് സ്മരിച്ചത്. ജയൻ ഇടയ്ക്കാട്, ശ്രീകുമാർ, അനൂപ എന്നിവർ പങ്കെടുത്തു. ചിത്തരഞ്ജൻ, ജയപ്രകാശ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.